ഹായ് ഗൈസ്, പവിത്രം പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നലെ വളരെ സങ്കടകരമായ ഒരു എപ്പിസോഡായിരുന്നു പവിത്രം. അനിയൻകുട്ടി മരിച്ചത് വേദയെയും വിക്രമിനെയും മൈക്കിൾ അച്ഛൻ അറിയിക്കാൻ സാധിക്കുന്നില്ല. അനിയൻകുട്ടിയുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് മൈക്കിൾ അച്ഛൻ. മറ്റൊരു മുറിയിൽ വേദ തലചുറ്റി വീണപ്പോൾ മേരിയും ഗീവർഗീസും കൂടെ താങ്ങി എടുത്തുകൊണ്ടുവന്ന് ഡോക്ടർ വന്ന് പരിശോധിക്കുന്നു. വിക്രം എവിടെ? രണ്ടുപേരോടും കൂടി പറയേണ്ട വാർത്തയാണ്. പേടിക്കാനൊന്നുമില്ല. കൺഗ്രാറ്റുലേഷൻസ്, വേദ അമ്മയാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വേദയ്ക്ക് സന്തോഷിക്കണോ കരയണോ എന്നൊന്നും അറിയുന്നില്ല. ഇവിടെയാണെങ്കിൽ ചന്ദ്രശേഖരനെ കൊന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ശ്രീകാന്ത് വിക്രമിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ കമലയും മാഷും ശ്രീജയും വിശ്വവും ഒക്കെ കോടതി വളപ്പിലുണ്ടായിരുന്നു. വേദയാണെങ്കിൽ സാരി കൊണ്ട് തലയൊക്കെ മറിച്ച് ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരു തൂണിന്റെ പുറകിൽ വിക്രമിനെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. വിക്രം ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത പറയാനും സാധിക്കുന്നില്ല. വീട്ടുകാരുടെ മുന്നിൽ പെടാനും പറ്റുന്നില്ല. വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെ. അവിടെ സുദർശൻ വക്കീലും വേദയുടെ അച്ഛനും ഉണ്ടായിരുന്നു. ശങ്കരനാരായണൻ വിക്രമിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. കാരണം കുറേശ്ശെയായി ശ്രീകാന്തിന്റെയും ചന്ദ്രശേഖരന്റെയും കള്ളത്തരങ്ങൾ ശങ്കരനാരായണൻ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. വിക്രം യാതൊരു ഭാവഭേദവുമില്ലാതെ നിശബ്ദനായി ജീപ്പിൽ കയറിയിരിക്കുന്നു. ജീപ്പിലിരുന്ന ദൂരെ ഒറ്റയ്ക്ക് വയറ്റിൽ കയ്യും വെച്ച് നിൽക്കുന്ന വേദയെ വിക്രം കാണുന്നുണ്ട്. ഇനി എന്താകുമെന്ന് അറിയില്ല. വിക്രമല്ല തെറ്റു ചെയ്തത് എന്ന് തെളിയിക്കണം. അതിന് ദർശൻ വക്കീലിനെ കൊണ്ടാവുമോ? കണ്ടു തന്നെ അറിയണം. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.